ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെങ്കല്ല് കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് പൈപ്പ് കാര്യങ്ങൾ ഇടുന്നത്. അതിൻ്റെ നമ്മൾ കോമൺ ഏരിയയിൽ നമ്മളൊക്കെ ഇത് ശ്രദ്ധിച്ചു കൊടുത്തിരിക്കുന്നത്, നമുക്കിപ്പോൾ കുറച്ചുകൂടി വീഡിയോ നമ്മൾ എടുത്തിരിക്കുന്നത് കിച്ചണിൻ്റെ ഏരിയയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കിച്ചണിൻ്റെ ഏരിയയിൽ നമുക്ക് എങ്ങനെയാണ് പൈപ്പ് ചെയ്യുന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് പവർ പ്ലഗ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, ഒരു നോർമൽ ലെവലിൽ വരുന്ന പ്ലഗ് കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ കിച്ചണിൻ്റെ ഏരിയയിൽ ഈ ഏരിയയിലാണ് നമ്മുടെ ഹോബ് വരുന്നത്. ഇത് നേരെ പുറത്തേക്കുള്ള എൻട്രൻസ് ആണ് വരുന്നത്, അവിടെയാണ് വർക്ക് ഏരിയ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ഈ പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കുക, കിച്ചണിലാണ് അത്യാവശ്യം പവർ പ്ലഗ് കാര്യങ്ങളൊക്കെ വരുന്നത്, മോട്ടറിൻ്റെ കണക്ഷൻസ് ഇതെല്ലാം വരുന്നത് കിച്ചണിൻ്റെ ഏരിയയിലാണ്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ആദ്യമേ തന്നെ എൻട്രൻസിൽ വരുന്ന ഏരിയയിൽ കൊടുത്തു. 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നേരെ പൈപ്പുകളെല്ലാം കൊണ്ടുവന്നതിന് ശേഷം ഫ്രിഡ്ജിൻ്റെ ഏരിയയ്ക്ക് ഒരു ഏരിയ കൊടുത്തു. അത് നിങ്ങളെ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു കണ്ടോ, നേരെ നമ്മളൊരു ഫ്രിഡ്ജിൻ്റെ ഏരിയയിൽ ഒരു പവർ പ്ലഗ് കൊടുത്തിട്ടാണ് നല്ലത്. ഒരു 4 PVC വെച്ച് പോകുന്ന ലൈനിൽ ഒരു 4 PVC വെച്ചു. അവിടെ നിന്ന് ജംഗ്ഷനായിട്ട് യൂസ് ചെയ്ത്, ലൈറ്റിൻ്റെ ജംഗ്ഷനായിട്ട് യൂസ് ചെയ്തു. പിന്നെ അടുത്ത സെക്ഷനിൽ വരുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും, ഒരു 8 മോഡുകളുടെ ഒരു ബോക്സാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഉദ്ദേശിക്കുന്നത് നമുക്ക് അവിടെ സ്ലാബ് വരുന്നുണ്ട്, അതായത് ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ സ്ലാബ് വരുന്നുണ്ട്. ആ 2 സ്ലാബിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് പവർ പ്ലഗ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, കിച്ചണിൻ്റെ ഏരിയകൾ ഏറ്റവും നല്ലത് മുകളിലൂടെ വെട്ടി കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ഒരു ലിൻഡിൽ ഹൈറ്റ് വരുന്നുണ്ട്, ജിൻഡിൽ ഹൈറ്റ്, അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു കല്ല് വരുന്നുണ്ട്. ആ കല്ലിൻ്റെ മുകളിൽ ഏകദേശം 8 ഇഞ്ച് അല്ലെങ്കിൽ 9 ഇഞ്ച് ഹൈറ്റിലൂടെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. സ്റ്റാൻഡേർഡ് ഹൈറ്റിൽ കൊണ്ടുപോകണമാണ് ഏറ്റവും നല്ലത് വരുന്നത്. അപ്പോൾ പോകുന്ന ലൈനിൽ നമുക്ക് പോകുന്ന പൈപ്പിൻ്റെ ലൈനിലെല്ലാം തന്നെ ലൈറ്റ് കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കി അറിയാൻ പറ്റും, നേരെ ഇപ്പുറത്തേക്ക് വന്നതിന് ശേഷം ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയയിൽ നമ്മൾ ഈ പറഞ്ഞ ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന ഏരിയയിൽ വേണമെങ്കിൽ നമുക്കൊരു ലൈറ്റ് കാര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഹൈറ്റ് ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. 120 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് നമ്മൾ ആ പറയുന്ന പവർ പ്ലഗിൻ്റെ ഏരിയകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 85-90 സെൻറ്റിമീറ്ററാണ് നമ്മുടെ ഫിനിഷിംഗ് ലെവലിൽ നമ്മുടെ സ്ലാബ് വരുന്നത്. അതായത് നമ്മൾ കിച്ചണിൽ വരുന്ന മെയിൻ സ്ലാബ് ഉണ്ടല്ലോ, ഗ്രാനൈറ്റൊക്കെ ഇട്ട് നമ്മൾ അവസാനം ഫിനിഷ് ചെയ്യുന്നത്. അതിൻ്റെ ഫിനിഷിംഗ് ലെവൽ, ഗ്രാനൈറ്റിൻ്റെ ഫിനിഷിംഗ് കഴിയുന്ന ഏകദേശം 85 സെൻറ്റിമീറ്റർ 90 സെൻറ്റിമീറ്റർ ഇടയിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഏകദേശം 1 അടി അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്റർ ഹൈറ്റിലായിരിക്കണം നമ്മുടെ ഈ പറയുന്ന പ്ലഗ് പോയിൻ്റൊക്കെ നിൽക്കേണ്ടത്. കാരണം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കുത്തി മിക്സി അതുപോലെ ഇൻഡക്ഷൻ കുക്കറൊക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്രയും ഹൈറ്റിൽ നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പാത്രങ്ങൾ വയ്ക്കുന്ന സമയത്ത് ആ പ്ലഗ് മറഞ്ഞു പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 90 സെൻറ്റിമീറ്റർ നമ്മൾ വരുമെന്ന് വിചാരിക്കുക. അതായത് ഫിനിഷിംഗ് ലെവലിൽ നമ്മുടെ സ്ലാബ് വരും, അതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു 30 സെൻറ്റിമീറ്ററോട് ഹൈറ്റിൽ, അപ്പോൾ 120 സെൻറ്റിമീറ്റർ നമ്മൾ സ്ലാബിൻ്റെ ഹൈറ്റിൽ കൊടുത്തു. 120 സെൻറ്റിമീറ്റർ സ്ലാബിൻ്റെ ഹൈറ്റിൽ കൊടുത്തു. 130 സെൻറ്റിമീറ്റർ നമ്മുടെ എൻട്രൻസിൻ്റെ സ്വിച്ച് ബോർഡ് കൊടുത്തു. അതിന് തൊട്ടപ്പുറത്തായിട്ട് 150 സെൻറ്റിമീറ്ററിൽ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഏരിയയിൽ ഒരു പ്ലഗ് സോക്കറ്റ് കൊടുത്തു. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ മുകളിലായിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ വെച്ച് കഴിയുന്ന സമയത്ത് ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ പ്ലഗ് സോക്കറ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ഈ കാണണ്ടോ, ഈ ഏരിയയിൽ നമ്മൾ ഹോബിൻ്റെ സെക്ഷൻ ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇത് നമ്മുടെ വീണ്ടും ഒരു പവർ പ്ലഗ് കൊടുത്തിരിക്കുന്നത് നമുക്ക് അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങൾ കണ്ട പോലെയാണ് ഹോബ്, അതായത് ചിമ്മിണി അവിടെയാണ് വരുന്നത്. അതിൻ്റെ താഴെ ചിലപ്പോൾ ഇലക്ട്രിക് ചിമ്മിണി മുകളിലും താഴെയും, അതായത് മുകളിൽ ചിമ്മിണിക്ക് സപ്ലൈ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പ്ലഗ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഏരിയയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് DBയിൽ നിന്ന് വരുന്ന സർക്യൂട്ട് ആ മെയിൻ്റനൻസ് സ്വിച്ചിൻ്റെ DBയിലേക്ക് ബോക്സിലേക്ക് പൈപ്പ് വരും, ആ സർക്യൂട്ട് വരും. അതിൽ നിന്നുമാണ് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ചിലപ്പോൾ കിച്ചണിൽ നമ്മൾ 2-3 സർക്യൂട്ട് ഉണ്ടാവും. അതായത് ഒരു പവർ പ്ലഗുകൾക്ക് കംപ്ലീറ്റ് ഒരു സർക്യൂട്ടും, മോട്ടറിന് ഒരു സെപ്പറേറ്റ് ഒരു സർക്യൂട്ടും, പിന്നെ നമുക്ക് അല്ലാതെ വരുന്ന നോർമൽ സർക്യൂട്ടും. ഇനി അതല്ല വർക്ക് ഏരിയയിലേക്ക് പോകുന്നതിന് സെപ്പറേറ്റ് ഒരു സർക്യൂട്ടോട് ഇനി അതും കൂടി കൊണ്ടുവരണം. അപ്പോൾ 4 സർക്യൂട്ട് നമുക്ക് ഇതിലൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം പൈപ്പ് കാര്യങ്ങൾ ഇടാൻ. അപ്പോൾ പോകുന്ന വഴികളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ജംഗ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ലൈറ്റായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്, ഈ പൈപ്പ് പോകുന്ന ഒരു മെഷർമെൻറ്റ് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഹോബ് വയ്ക്കുന്ന സമയത്ത് ഹോബിൻ്റെ ഔട്ട് വരുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. ഹോബ് വയ്ക്കുന്നതിൻ്റെ മുകളിലായിട്ട് കണ്ടോ, ഏറ്റവും മുകളിൽ കണ്ടോ, ആ ഹോബിന് വേണ്ടിയിട്ട് ഓപ്ഷൻ ഇടാം. ഇനി അതിൻ്റെ സൈഡിൽ വേണമെങ്കിൽ നമുക്ക് ഒരു സൈഡിലേക്ക് മാറിയിട്ട് എക്സോസ്റ്റിൻ്റെ ഓപ്ഷൻ വേണമെങ്കിൽ എക്സോസ്റ്റിൻ്റെ ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഓൾറെഡി തന്നെ ഈ പൈപ്പിൻ്റെ മുകളിലായിട്ട്, ഈ പൈപ്പ് പോയിരിക്കുന്നതിൻ്റെ മുകളിലായിട്ട് ഹോബ്, അത് ചിമ്മിണിക്ക് കൊണ്ടുപോയിരിക്കുന്ന പൈപ്പ് 6 ഇഞ്ച് പൈപ്പ് കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതിലൂടെ നേരെ പുറത്തേക്ക് നമുക്ക് ഹോബിൻ്റെ ചിമ്മിണി വെച്ചതിന് നേരെ പുറത്തേക്ക് നമുക്ക് ആ പൈപ്പ്, ഫ്ലെക്സിബിൾ പൈപ്പ് പുറത്തേക്ക് ഇട്ട് കളയാൻ പറ്റും. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോബ് പിടിപ്പിക്കുന്ന സമയത്ത്, ഈ പറയുന്ന ഹോബ് പിടിപ്പിക്കാൻ വരുന്ന സമയത്ത് നമുക്ക് ഈ 4 ഇഞ്ച് പൈപ്പ് അല്ലെങ്കിൽ 6 ഇഞ്ച് പൈപ്പ് ഔട്ട് ഇടാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് വീണ്ടും വെട്ടിപ്പൊളിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വെട്ടിപ്പൊളിക്കുന്ന സമയത്ത് ഈ പൈപ്പിൽ കൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് വയറിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ പറയുന്ന കല്ല്
പണിയുന്ന ആളുകളോട് കറക്റ്റായിട്ടൊരു മെഷർമെൻറ്റ് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഈ പറഞ്ഞ ഓവിനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന പോലെ ഒരു 6 ഇഞ്ച് പൈപ്പ് അവിടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പുറത്തേക്ക് ചിമ്മിനിയുടെ ഔട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ കിച്ചണിൻ്റെ ഏരിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് കാണുന്നതാണ് ഞാൻ ഈ പറഞ്ഞത് ആ നേരെ കാണുന്ന ആ പൈപ്പ് ഒരു 6 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. എക്സോസ്റ്റ് വേണമെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ കൊടുത്തിട്ടേക്കാം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ പൈപ്പ് ടൈപ്പ് എക്സോസ്റ്റും കാര്യം വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി കൊടുക്കാനുള്ള ഓപ്ഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.